ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പന്തളം പ്രതാപൻജി അത് അവതരിപ്പിക്കുന്നുണ്ടാകും. എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു എന്താണ് അതത് ജില്ലകൾ പ്ലാൻ ചെയ്യുന്നത്, എന്താണ് നമുക്ക് ഈ പരിപാടിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷൻസ്. പാർട്ടിയുടെ ഒട്ടനവധി പരിപാടികൾ നടക്കുകയാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റുമുട്ടുന്നത് രണ്ട് വിപുലമായിട്ടുള്ള മുന്നണി സംവിധാനത്തോടാണ്. ആ മുന്നണി സംവിധാനത്തോട് ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി 20% വരുന്ന വോട്ട് നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം എല്ലാ കുറവുകളും, എന്താണ് കുറവുകൾ? നമ്മൾ MLA-മാരുടെ തണലിൽ വളർത്തുന്ന ഒരു പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ. നമ്മൾ ഏതെങ്കിലും MP-മാരുടെ പ്രവർത്തനത്തിന്റെ മികവ് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി നമ്മൾ നിയോജകമണ്ഡലം തലത്തിലോ ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ കമ്മിറ്റികൾ രൂപീകരിച്ച ആളുകളല്ല. എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ്? നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത ഇടത്തു നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ ആ പാതയിലൂടെ തന്നെ സഞ്ചരിച്ചപ്പോ നമുക്ക് കേരളത്തിൽ ഒരാളെ പാർലമെന്റിലേക്ക് നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. ഒരാളെ വിജയിപ്പിച്ച് കാണിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഭരണകൂടത്തിന്റെ കാവൽക്കാരും പറഞ്ഞു, ഏറ്റവും കൂടുതൽ ബലിദാനികളെ സൃഷ്ടിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്, സംസ്ഥാനങ്ങളുടെ ഘടകം എന്ന് പറയുന്നതിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത ആളുകൾ. കേരളത്തിലാണ് അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് കരയുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലാണ്. നമുക്കാണ് തണലില്ലാതിരുന്നത്. നമുക്കാണ് MLA-യുടെയോ MP-യുടെയോ മന്ത്രിയുടെയോ അധികാരപരിധിയുടെ മുന്നിൽ നമ്മൾ തലകത്തി പിടിച്ചു നിൽക്കാനുള്ള ഭാഗ്യം കിട്ടാതെ പോയത്. അതിനർത്ഥം അതാണ് ഭാഗ്യമെന്നല്ല, മറിച്ച് ആ ഭാഗ്യം കൂടി ഉള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഗോവയിൽ മാറ്റിവെക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും ഒക്കെ ഇന്നും വർഷങ്ങളായിട്ട് ഈ പാർട്ടിയുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സമിതി യോഗത്തിൽ എത്രയോ തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തെ ഉദാഹരിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്ന് ജയിച്ചു കാണാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഇന്ന് രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി ആകട്ടെ, രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആകട്ടെ, എത്രയോ തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കേളികൊട്ടിന് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി, അദ്ദേഹം സുരേഷ് ഏട്ടൻ തൃശൂർ ജില്ലയിൽ പാർലമെന്റിൽ അദ്ദേഹം ജയിച്ചു. വെറും ജയമല്ല, 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശൂരിലെ ജനത അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്താ ചർച്ച? നമ്മൾ അനധികൃതമായിട്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ട് പിടിച്ചു കൊടുത്തത് എന്ന് വരെ മറ്റു മുന്നണികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ഉണ്ടായി. എന്നാൽ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു, ഒരു BJP-യുടെ പ്രവർത്തകനും 2 വോട്ട് ചെയ്ത പരിപാടി നമ്മൾ ആരും പരീക്ഷിച്ചില്ല. നമ്മൾ തൃശൂർ പേരൂരിൽ ജനങ്ങളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരു കൂട്ടിയെടുക്കാൻ നമുക്ക് സാധിച്ചു. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസനത്തിന്റെ മികവ് പറഞ്ഞുകൊണ്ടും A+ മണ്ഡലമായിട്ടുള്ള തൃശൂർ ജില്ലയിലാണ് നമ്മൾ വിജയിച്ചത്. നമ്മുടെ പാർട്ടി സംഘടനാപരമായിട്ട് മെഷീനറി ഒരുക്കിയപ്പോ കഴിഞ്ഞ 15 വർഷമായിട്ട് പടിപടിയായി ബൂത്ത് കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റിയും പടിപടിയായി വളർന്നു വന്നിട്ടുള്ള ഒരു ജില്ലയാണ് തൃശൂർ ജില്ല. ആ തൃശൂർ ജില്ലയില് സംഘപരിവാർ പ്രവർത്തനം, ബാലഗോകുലമാകട്ടെ, ക്ഷേത്ര സംരക്ഷണ സമിതി ആകട്ടെ, വിശുദ്ധ പരിഷത്താവട്ടെ, ഏതൊരു സക്ഷമ വരെ, അതായത് അംഗവൈകല്യമുള്ള നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്ന സക്ഷമ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ